ആരായി പറഞ്ഞു ഓ മാജിക് പോയി എന്ത് നിന്റെ കുണ്ടിക്കടിയിട്ടു നിന്റെ കുണ്ടിക്കടിയിട്ടു. പാതിരാത്രി സമയം 10:15 കഴിഞ്ഞു. വീട്ടിൽ കുത്തിയിരിക്കേണ്ടതിന് പുറത്ത് ഫുഡ് കഴിക്കാൻ പോകുന്നു. എനിക്കറിയില്ല. ഹലോ, ഹെഡ്മേലോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം ബെൻസി. സൗണ്ടിന് എന്തെങ്കിലും വ്യത്യാസം തോന്നുന്നുണ്ടെങ്കിൽ ഞാൻ കഴിഞ്ഞ ദിവസം സ്റ്റാറ്റസിൽ പറഞ്ഞിരുന്നു വാട്സപ്പിലെ ചെറിയൊരു തൊണ്ടവേദനയും ചുമയും ഒക്കെ ഉണ്ടെന്ന്. അപ്പം അതിൻ്റെയാണ് കേട്ടോ. ഞാൻ ഒരു വ്ളോഗിൽ ഇത് കാണിച്ചപ്പോൾ കുറേ പേര് എനിക്ക് ഓർഡർ തന്നു ഈ സംഭവം ഉണ്ടോ എന്ന് ചോദിച്ചിട്ട്. പക്ഷെ ഞാൻ ഇതുവരെ ഇത് എടുത്ത് വെച്ചിട്ടില്ല. ഇനി എടുത്ത് വെക്കാം കേട്ടോ. 100 ഗ്രാമിൻ്റെ പാക്കറ്റാണ്. ഇത് കുറേ നാളത്തേക്കുണ്ട്. നല്ല ഒറിജിനൽ സംഭവമാണ്. നമ്മൾ കടയിൽ നിന്ന് മേടിക്കുന്ന ദാഹശമിനി എന്ന് പറയുമ്പോൾ ഈ പതിമുഖം എന്ന് പറയുമ്പോൾ ആ പാത്രം പോലും കളറായിരിക്കും, കഴുകിയാൽ പോലും പോകത്തില്ല. പക്ഷെ ഇത് അങ്ങനെയല്ല, നല്ല ഒറിജിനൽ സംഭവങ്ങളാണ്. ഞാൻ വെള്ളം നന്നായിട്ട് തിളച്ച് തീ ഓഫ് ചെയ്ത ശേഷമാണ് ഇത് ഇടുന്നത് കേട്ടോ. രാമച്ചവും പതിമുഖവും കുറെ അങ്ങാടി സംഭവങ്ങളും ഒക്കെ ഉൾക്കൊള്ളിച്ചുള്ളതാണ്. എനിക്ക് തോന്നുന്നു 100 ഗ്രാം എന്ന് പറയുന്നത് ഒരു മാസത്തിൽ കൂടുതലുണ്ട് യൂസ് ചെയ്യാനായിട്ട്. ഒറിജിനൽ സാധനമാണ്. ഞാൻ ഇനി എടുത്ത് വെച്ചിരിക്കാം കേട്ടോ. അപ്പം ഇത് തിളച്ചു കഴിഞ്ഞാൽ കളറ് ഭയങ്കര ചുമപ്പൊന്നുമല്ല, യെല്ലോയും അല്ല, അത്ര ഒരു കളറാണ്. ഞാൻ ഒത്തിരി ഒന്നും ഇടാറില്ല കേട്ടോ. നമ്മുടെ ഇഷ്ടമനുസരിച്ച് നമുക്കിടാം. പാത്രം ഒരിത്തിരി പോലും കളറ് മാറത്തില്ല. അപ്പൊ അതാണ് അതേക്കുറിച്ച് പറയാനുള്ളത്. ഇപ്പൊ നമ്മുടെ എന്താണ് സാധനങ്ങൾ അയച്ചതെല്ലാം ഇന്നുകൂടി കൊറിയർ വർക്കിംഗ് ആണ്. ഞങ്ങളുടെ ഇവിടുത്തെ കൊറിയറുകാർ പറഞ്ഞതാണേ. അപ്പൊ ഇന്നുകൂടി കൊറിയർ ഉണ്ട്. നാളെ കഴിഞ്ഞാൽ നാളെ തൊട്ട് അവധിയാണ്. പിന്നെ ഇവിടുത്തെ കൊറിയർ ഓഫീസ് തിങ്കളാഴ്ചയേ ഉള്ളൂ. നിങ്ങളുടെ നാട്ടിൽ എങ്ങനെയാണെന്ന് അറിയത്തില്ല. കേരളത്തിൽ പൊതുവെ ഇങ്ങനെയായിരിക്കാം. കേരളത്തിന് പുറത്തോട്ട് അവധിയൊന്നും കാണത്തില്ല കേട്ടോ. നിങ്ങൾക്ക് അതുപോലെ തന്നെ റണ്ണിങ് ഡേയ്സിൽ കിട്ടിത്തുടങ്ങും. അപ്പൊ ഇന്നലെ വരെ നമ്മുടെ എല്ലാ കൊറിയറുകളും പോയി. എല്ലാവർക്കും തക്ക സമയത്ത് കിട്ടും എന്നാണ് എൻ്റെ പ്രതീക്ഷ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് സബർ ജെല്ലി കേട്ടോ. ഞാൻ എപ്പം പോയാലും സബർ ജെല്ലി മേടിക്കാറുണ്ട്. അവക്കാണ് ഞാൻ ആദ്യമായിട്ടാണ് മേടിക്കുന്നത് കേട്ടോ. ഷോപ്പിൽ കണ്ടതുകൊണ്ട്. പക്ഷെ 4 എണ്ണേ എടുത്തുള്ളൂ. 4 മോശമായി പോയി. കാരണം ഒത്തിരി പഴുക്കാത്തത്. ആ 4 എണ്ണത്തിന് 100 രൂപയാണ് റേറ്റ്. അപ്പൊ ഒത്തിരി പഴുക്കാത്തത് ചില സമയത്ത് ഞാൻ കണ്ടിട്ടുണ്ട്. ഭയങ്കര റേറ്റാണ് മാർക്കറ്റിൽ. ആ സമയത്തൊന്നും ഞാനത് അതിന്റെ അടുത്തൂടെ പോലും പോയിട്ടില്ല. അപ്പൊ ഇപ്പൊ സീസൺ ആയിരിക്കാം, അതുകൊണ്ടായിരിക്കാം വില കുറച്ച് കണ്ടപ്പോ ഒന്ന് മേടിച്ച് നോക്കാന്ന് വിചാരിച്ചു ടോസ്റ്റ് ഒക്കെ ഉണ്ടാക്കാനായിട്ട്. പക്ഷെ ഒന്നും നന്നായിട്ട് കിട്ടിയില്ല, എല്ലാം കേടായി പോയി. പിന്നെ സബർ ചില്ലി, പേരയ്ക്ക, ഇവിടെ മിക്കവാറും പേരയ്ക്ക മേടിക്കാറുണ്ട് കേട്ടോ. കാരണം പേരയ്ക്ക നമ്മുടെ ബോഡിക്ക് ഏറ്റവും നല്ലതായിട്ടുള്ള ഒരു സംഭവമാണ്. പലരും അവോയ്ഡ് ചെയ്യുന്ന ഒന്നാണ് പേരയ്ക്ക എന്ന് പറയുന്നത്. നമ്മുടെ വീടുകളിലൊക്കെ പല വീടുകളിലും പേരയ്ക്ക കിളിയും കൊത്തി വെറുതെ പോവുകയാണ്. ഞാൻ എൻ്റെ അഞ്ച വീട്ടിൽ പോയാല് ഒറ്റ പേരയ്ക്ക കളയത്തില്ല, എല്ലാം പറിച്ചു കൊണ്ടുവരും. അതുപോലെ തന്നെ ചുമന്ന പഴം അധികം മേടിക്കാറില്ലായിരുന്നു. പക്ഷെ ഇപ്പം ഇടയ്ക്കൊക്കെ മേടിക്കാറുണ്ട്. എനിക്കിഷ്ടമാണ് ഈ ചുമന്ന പഴം കേട്ടോ. ഏത്തയ്ക്ക പിന്നെ എനിക്ക് നന്നായിട്ട് പഴുത്ത് കരിഞ്ഞ ഏത്തയ്ക്ക ഉണ്ടല്ലോ, നല്ല തൊലിയൊക്കെ കറുത്ത് കരിഞ്ഞത്, അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പൊതുവെ ആർക്കും ഇഷ്ടമല്ല അത്. അങ്ങനെയുള്ളത് കളയുകയാണ് പതിവ്. പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പൊ എന്താണ്, ഓരോ ദിവസവും അറിയാലോ നമ്മുടെ പാക്കിംഗ് ഒക്കെ മുടങ്ങാതെ നടക്കുന്നുണ്ട്. കാരണം ഞങ്ങൾക്ക് ഇന്ന ദിവസം ഒന്നും ഇല്ലല്ലോ, സീസൺ എന്നില്ല, ഇന്ന ദിവസങ്ങളിലില്ല. വിദേശത്തുനിന്ന് വരുന്നവരെപ്പോ ഓർഡർ തരുന്നു, അവർക്ക് എല്ലാ സാധനങ്ങളും കൊടുക്കേണ്ടത് അത്യാവശ്യമാണ്. അങ്ങനെ നെല്ലിക്ക പെരട്ട് തീർത്തിരുന്നു. അടുത്ത ബാച്ച് നെല്ലിക്ക പെരട്ടും ഇട്ടിട്ടുണ്ട്. ഭയങ്കര മൂവിങ് ആയിട്ടുള്ള ഒന്നാണ് നമ്മുടെ നെല്ലിക്ക പെരട്ടും. നിങ്ങൾ ഇതുവരെ കഴിച്ചിട്ടില്ലാത്തൊരു നെല്ലിക്ക അയ്യേന്ന് പറയുന്നവർ ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് ട്രൈ ചെയ്യണം. മസ്റ്റ് ട്രൈ ആണ് കേട്ടോ ഇത്. നിന്റെ കുണ്ടിക്കടിയിട്ടു, നിന്റെ കുണ്ടിക്കടിയിട്ടു, നിന്റെ കുണ്ടിക്കടിക്കും ഞാൻ. അവൻ ഇങ്ങനെ വണ്ടിക്കകത്ത് കയറി നടക്കണം, അത്രേ ഉള്ളൂ കാര്യം. ആ എന്തോ പറയാനാന്ന് പറ. ആ വിളിക്കണ്ടായിരുന്നു, ഇപ്പം കിടക്കാൻ തുടങ്ങുമായിരുന്നു. വിളിച്ചതാണ് കുഴപ്പമായേ. അവനൊന്ന് കറങ്ങണമായിരുന്നു, അവനൊന്ന് കറങ്ങണമായിരുന്നു. ഞാൻ കഴിഞ്ഞ വ്ളോഗിൽ പറഞ്ഞിരുന്നല്ലോ ജോസാന്റെ ബ്രദറും ഫാമിലിയും സൗദിയിൽ നിന്ന് വന്നിട്ടുണ്ടെന്ന്. അപ്പോൾ മൂത്തയാള് മിക്കവാറും രാവും പകലും എല്ലാം ഞങ്ങളുടെ കൂടെയാണ്.
ജോസാൻ എപ്പോ പോയാലും ഇളയാളും കൂടെ ചാടാൻ നിൽക്കും ഇങ്ങോട്ട് വരണമെന്നും പറഞ്ഞ്. അത് ഈ ഈ ഈ ദിവസം ഞാനും ജോസാനോട് അങ്ങോട്ട് പോയപ്പം ഞങ്ങളുടെ കൂടെ വരണമെന്നും പറഞ്ഞ് രാത്രി ഇവിടെ കിടക്കുവാന്നും പറഞ്ഞ് ചാടിയതാണ്. അന്നേരെ ഷിഞ്ചു പറഞ്ഞ് വെറുതെ ചേച്ചി കൊണ്ടുപോകണ്ട, അവൻ അവിടെ വന്ന് ബഹളം ഉണ്ടാക്കും, വരണമെന്ന് പറയും. ഇല്ല ഞാൻ വരുന്നില്ല എനിക്ക് പോണോന്ന് പറഞ്ഞ് നിർബന്ധം പിടിച്ചു വന്നതാണ്. ഞങ്ങള് കട്ടിലൊക്കെ വിരിച്ച് കിടക്കാനായിട്ട് തുടങ്ങിയപ്പോ ഷിഞ്ചു ഒന്ന് വിളിച്ചു, മോനെ മമ്മി കിടക്കാൻ പോകുക, വഴക്കൊന്നും ഉണ്ടാക്കല്ലേന്ന്. അന്നേരം അവന് വീട്ടിൽ പോണം. അങ്ങനെ കൊണ്ടുവിടാൻ പോവാണ് രാത്രി. മഴയ്ക്ക് മുമ്പെങ്കിൽ പോ, ഇച്ചിരെങ്കിലും ചാറ്റ മഴയുടെ നനയ്ക്കല്ലേ. ഇല്ല ഇനി ഉടനെ ഇല്ലെന്ന് തോന്നുന്നു. എന്തോ പറയാനാന്ന് പറ. പോസ്റ്റിന് ഒരു കുഴപ്പമില്ലായിരുന്നു. അല്ല അവൻ്റെ ഈ പ്രായത്തിലെ ഓസ്റ്റിന് ഒരു കുഴപ്പമില്ലായിരുന്നു. ഇത് ഞാൻ നെല്ലിക്ക മുഴുവനെ ഇട്ടത് ഒരു പ്രാവശ്യം ഇട്ടപ്പോൾ അത് പെട്ടെന്ന് തന്നെ തീർന്നിരുന്നു. അത് കഴിഞ്ഞ് അത് വാങ്ങിയ ഒരാൾ തന്നെ ഒരു 3 കിലോയ്ക്ക് ചെയ്തു തരാമോ എന്ന് പറഞ്ഞ് ഓർഡർ തന്നിരുന്നു. അങ്ങനെ ചെയ്തതാണ് കേട്ടോ. അതിനുശേഷം അത് ചെയ്തിട്ടില്ല. ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ള ഒരു സംഭവമാണ്. അപ്പൊ 2 ബാച്ചേ ഞാനിത് ചെയ്തിട്ടുള്ളൂ കേട്ടോ. അതിനുശേഷം പിന്നെ ചെയ്തിട്ടില്ല. അപ്പൊ ഇത് ചെയ്യുന്ന ദിവസം നമ്മുടെ ഒരു കസ്റ്റമർ ഗൾഫിൽ നിന്നും വന്നതാണ്. അപ്പോ 2 ആഴ്ച മുമ്പേ എനിക്ക് സമയം തന്നിരുന്നു, ഇന്ന ദിവസം ഇത്ര മണിയാവുമ്പോൾ എത്തുമെന്ന്. അപ്പൊ രാവിലെ ചർച്ചിൽ പോകണമായിരുന്നു, സൺഡേ ആയിരുന്നു. അതുകൊണ്ട് രാവിലെ വരണ്ട, ഉച്ച കഴിഞ്ഞ് വരണേന്ന് പറഞ്ഞിരുന്നു. ഒരു 5 മണിയാവുമ്പോഴത്തേക്ക് വരാമെന്നായിരുന്നു പറഞ്ഞിരുന്നത്. അപ്പൊ 7 മണി വരായിട്ട് നോക്കിയിട്ട് ഞാൻ കണ്ടില്ല. അതുകൊണ്ട് ഞാൻ അങ്ങ് അച്ചാറിടാൻ തുടങ്ങി. ഇനി എനിക്കറിയാം ഇത് എത്ര സമയം എടുക്കുമെന്ന്, കാരണം മറ്റുള്ള അച്ചാറുകളെ പോലെ ഇതിന് ഒത്തിരി സമയം വേണ്ട. അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ അച്ചാറിടാൻ തുടങ്ങി. ഞാനും പ്രാർത്ഥിക്കുമായിരുന്നു, ദൈവമേ ഇതിന് ഇടയ്ക്ക് വരല്ലേ, അത് കഴിഞ്ഞിട്ടേ വരാവേന്ന്. ദൈവഭാഗ്യത്തിന് ഞാൻ എല്ലാം കഴിഞ്ഞ് തീ ഓഫ് ചെയ്ത് ഉരുളി അകത്തോട്ട് എടുക്കാവുന്ന സമയപ്പോഴാണ് അവര് വന്നത്. അപ്പൊ ഇതുകൊണ്ടാണ് ഞാൻ എപ്പോഴും പറയുന്നത്, കാരണം നിങ്ങൾ ആരെങ്കിലും വരുന്നു എങ്കിൽ നേരത്തെ ഒന്ന് അറിയിക്കണേ. കാരണം ഞാൻ ചെയ്യേണ്ട കാര്യങ്ങൾ നിങ്ങൾ, അതായത് എന്നെ അറിയുന്നവരാണെങ്കിൽ ഞാൻ അവരുടെ കൂടെ ഒന്ന് സംസാരിക്കുകയൊക്കെ വേണമല്ലോ, അല്ലേ മോശമല്ലേ? അല്ലാതെ അറിയാത്ത പലരും വരുന്നുണ്ട്. പലരും പറഞ്ഞറിഞ്ഞിട്ട് നമുക്ക് ചാനലുണ്ടെന്നോ എന്നെ ഒന്നും അറിയാത്ത പലരും വരുന്നുണ്ട്. അങ്ങനെയുള്ളവർ വരുമ്പോൾ ഞാൻ പോകേണ്ട ആവശ്യമില്ല. സാധനം ഞാൻ ജോസാന്റെ കൊടുത്തിരിക്കും, ജോസാൻ പാക്ക് ചെയ്ത് കടയിൽ വെച്ചിരിക്കും. അവർ വരുമ്പോൾ സാധനവും കൊടുത്തു വിട്ടാൽ മതി. അല്ലാത്തവർ വരുമ്പോൾ ഞാനും ഇതുപോലെ ഒന്ന് പോയി നിൽക്കണമല്ലോ. അങ്ങനെ ഉണ്ടെങ്കിൽ എനിക്ക് നേരത്തെ ഒന്ന് സമയം കിട്ടിയെങ്കിലേ ഇങ്ങനെ വന്ന് നിൽക്കാനോ നിങ്ങളടുത്ത് സംസാരിക്കാനോ ഒക്കെ പറ്റത്തുള്ളൂ. അതുകൊണ്ടാണ് നേരത്തെ ഒന്ന് അറിയിക്കണേ എന്ന് പറയുന്നത്. ദൈവകൃപയിൽ ഇവിടെ വരുന്നവർക്കെല്ലാം നമ്മളിപ്പോ ഞാനിത് കാര്യം പറയുമ്പോൾ തന്നെ അവർക്ക് മനസ്സിലാവും കേട്ടോ, കാരണം അവരെല്ലാം വീഡിയോ കാണുന്നവരാണ്. ഞങ്ങൾ രണ്ടുപേരല്ലേ ഉള്ളു വീട്ടില്. അപ്പോൾ എപ്പോഴും ജോസാൻ ഇവിടെ കാണില്ലല്ലോ, കാരണം കൊറിയർ അയക്കാൻ പോകണം, ഞാൻ എന്തെങ്കിലും ചെയ്യണമെന്നുണ്ടെങ്കിൽ, മീൻ എടുക്കണമെന്നുണ്ടെങ്കിൽ കൊല്ലത്ത് പോകണം, ബീഫ് എടുക്കാൻ പോകണമെങ്കിൽ അടുത്ത സ്ഥലത്ത് പോകണം. എല്ലാ ദിവസവും നമുക്ക് അച്ചാറടക്കമാണ്, ഇതിന്റെ സാധനങ്ങളെല്ലാം പുറത്തുനിന്ന് എടുത്തേ പറ്റത്തുള്ളൂ. അപ്പൊ നിങ്ങൾ ആരെങ്കിലും ഓർഡർ തരാതെ പുറത്തോട്ടുള്ള സാധനങ്ങൾ എടുക്കാനെങ്ങാണാണ് വരുന്നതെന്നുണ്ടെങ്കിൽ ആ പാക്കിങ് ജോസാനെ അറിയത്തുള്ളൂ. എനിക്കറിയില്ല ഇന്റർനാഷണൽ പാക്കിങ്, അത് വേറെയാണ്. നമ്മുടെ കയ്യിൽ നിന്ന് സാധനം മേടിച്ചവർക്കറിയാം. അതുകൊണ്ട് എല്ലാവരും നേരത്തെ ലിസ്റ്റ് തരും, അത് പാക്ക് ചെയ്ത് വെച്ചിരിക്കും, വന്ന് സാധനം എടുത്തോണ്ട് പോകും. അങ്ങനെയാണ് ചെയ്യുന്നത് കേട്ടോ. എന്നാൽ ചുരുക്കം ചിലര് കൊട്ടാരക്കര വന്നിട്ട് ഞങ്ങൾ കൊട്ടാരക്കരയുണ്ടോ, മാപ്പ് ഇട്ട് തരാമോ അങ്ങോട്ട് വരാനോന്ന് ചോദിക്കുമ്പോൾ ചിലരടുത്ത് എനിക്ക് ഞാനിപ്പോ തിരക്കിലാണ്, പറ്റില്ല എന്ന് പറയേണ്ടി വന്നിട്ടുണ്ട്. അങ്ങനത്തെ സാഹചര്യമായത് കൊണ്ടാണ്. കാരണം ഞാൻ എന്തെങ്കിലും അച്ചാറിട്ടുകൊണ്ടിരിക്കുമ്പോൾ ജോസാൻ ഇവിടെ ഇല്ലെന്നുണ്ടെങ്കിൽ എനിക്ക് അതിട്ടേച്ചിറങ്ങി വരാൻ പറ്റില്ല. നമ്മുടെ വീട്ടാവശ്യത്തിനല്ലല്ലോ ചെയ്യുന്നത്, ബിസിനസ് പർപ്പസിനല്ലേ ചെയ്യുന്നത്. അപ്പൊ അങ്ങനെയുള്ള ചുരുക്കം ചിലരെ എനിക്ക് പറ്റില്ല എന്ന് പറയേണ്ടി വന്നിട്ടുണ്ട്. ബാക്കി എല്ലാവരും നേരത്തെ സമയം തരാറുണ്ട് കേട്ടോ. അപ്പൊ അവര് പോയി കഴിഞ്ഞ ശേഷം അവിടുത്തെ കാര്യം പറഞ്ഞപ്പോഴാണ് ഞാൻ പറഞ്ഞത്, ഇനി നമുക്കൊന്ന് പുറത്തു പോയി ഒന്ന് ഫുഡ് കഴിച്ചാലൊന്ന്. കാരണം വന്നതിന് ശേഷം പലപ്പോഴും പലയിടത്തും പോവാൻ ഇവര് നമ്മളെ വിളിച്ചിട്ടുണ്ട്, ഷിഞ്ചുവും മിനും. പക്ഷെ എനിക്ക് സമയമില്ലാത്തോണ്ട് പോകാൻ പറ്റിയിട്ടില്ല. ഈ ബ്രൈറ്റിന് എടാ നിനക്ക് ഉറങ്ങണ്ടേടാ, അവനവർക്കൊന്നും ഇല്ലാത്ത ആളാ, വീട്ടിൽ തന്നെ കഷ്ടപ്പെട്ട് സെഫിന് എന്തോ പറഞ്ഞിട്ടാ വന്നേ? അന്ന് ഞങ്ങള് 11 മണി വിളിക്കാത്തോണ്ട് കുഴപ്പമില്ല. ഇന്ന് പപ്പ വിളിക്കുന്നില്ല, ഇന്ന് പപ്പയ്ക്ക് പള്ളിയിൽ പോണം. ഇന്ന് ഞായറാഴ്ച ആരാനുണ്ട്. പപ്പ ഇത് കേക്കണം, പപ്പ ഈ വീഡിയോ കാണണം. പിന്നെ പപ്പ ഈ വീഡിയോ കാണാൻ പാടില്ല കേട്ടോ. ഞാൻ അയച്ചും കൊടുക്കും. അന്നോടെ ഞാൻ തീർന്നു. ഇല്ലടാ, ഞങ്ങളോട് ആയോണ്ടൊന്നും പറയത്തില്ല. അല്ല പപ്പ വരാനിരിക്കും.
നമ്മുടെ ഇവിടെ ആയതുകൊണ്ടൊന്നും വന്നാ പിന്നെ ഒന്നും പോക്ക് നടക്കത്തില്ല. അല്ല ഇപ്പഴും കണ്ട് വരുന്നില്ലോടാ. ആരായി പറഞ്ഞത്? മിക്കവാറും ദിവസങ്ങളിൽ ബിനു ഷിഞ്ചു പിള്ളേരും ഒക്കെ ആയിട്ട് വൈകിട്ട് ഹോസ്റ്റൽ പിന്നെ ഇവിടെ ആണ്. അപ്പം വൈകിട്ട് വരാറുണ്ട് കേട്ടോ. എന്തെങ്കിലും പുറത്ത് പോയി കഴിക്കാന്നൊക്കെ പറയുമ്പോൾ ഞാൻ തിരക്കായിരിക്കും. ഇല്ല സമയമില്ല പിന്നെ ആവട്ടെന്ന് പറയും. ഇന്ന് ഞാൻ നോക്കിയപ്പോൾ ആ അച്ചാറടക്കവും കഴിഞ്ഞു, കസ്റ്റമറും വന്നിട്ട് പോയി. ഇതിന് സമയമുണ്ട്. ഞാൻ അന്നേരം വീട്ടിൽ പറഞ്ഞ് നമുക്കൊന്ന് പുറത്തു പോയാലോ. കേട്ട ഒരു അതിശയത്തോടാണ് എന്നെ നോക്കിയത്. കാരണം ഞാനിങ്ങനെ പൊതുവേ പറയാറില്ല. അപ്പൊ ഒരുങ്ങാൻ കേറിയപ്പം ഓസ്റ്റിൻ ജോസാന്റെ അടുത്ത് പറഞ്ഞെന്ന്, വല്യപ്പാ വല്യമ്മയെ വിശ്വസിക്കാൻ പറ്റുമോ? വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരുക്കി കഴിഞ്ഞ് പറയാൻ, വേണ്ട എനിക്ക് സമയമില്ല വരുന്നില്ലെന്ന്. അത്രയ്ക്കുള്ള വിശ്വാസമാണ് എന്നിൽ എല്ലാവർക്കും. തിരക്കായോണ്ടാണ്. പാതിരാത്രി സമയം 10:15 കഴിഞ്ഞു. വീട്ടിൽ കുത്തിയിരിക്കേണ്ടതിന് പുറത്ത് ഫുഡ് കഴിക്കാൻ പോകുന്നു. ലൈറ്റ് വേണ്ടേ? ലൈറ്റ് വേണ്ട, രസമില്ല. ഇല്ല, ലൈറ്റ് ഇല്ലെന്നുണ്ടെങ്കിൽ കിട്ടത്തില്ല വീഡിയോ. ബഡ്ജറ്റ് ഇല്ലടാ, നീ ഒരെണ്ണം മേടിച്ചു കേടാ. എനിക്ക് ഇവിടെ ഇതില്ലേ, അതിന്റെ ബാറ്ററി പോയി. ബാറ്ററി വരുന്നോ? കുത്തി വെക്കുന്നില്ലേ? എനിക്ക് ഗിഫ്റ്റ് ആയിട്ട് തരുന്നതായിരിക്കും S23. ഓസ്റ്റിന് എനിക്ക് ഗിഫ്റ്റ് മേടിച്ചു തരുന്നതായിരിക്കും. കേട്ടല്ലോ ഷിഞ്ചു. S23 ഇനി എത്ര വർഷം ഞാൻ കാത്തിരിക്കണോ എന്തോ. ഒരു 20 വർഷം അത്രേ ആവത്തുള്ളൂ. എടാ മേടിച്ചിരുന്നെങ്കിൽ ഈ വർഷം എനിക്ക് മേടിച്ചു തരണം. ഞാൻ നല്ല വീഡിയോ എടുത്തിടാം. പൈസ ഇല്ല, ഇച്ചിരി പൈസ മേടിച്ചോണ്ട് വരാം. ഫോട്ടോ എടുക്കണോ? അവര് കണ്ണു കാണില്ല. അവർക്ക് എന്താ എനിക്കറിയില്ല. ഇത് കൊട്ടാരക്കരയിൽ നിന്ന് ട്രിവാൻഡ്രം പോകുന്ന റൂട്ട് കരിക്കത്താണ് കേട്ടോ. കുറേ നാളായിട്ട് ഞങ്ങളൊന്ന് പോകണമെന്ന് വിചാരിച്ചതാണ്. ഇതുവരെ പോകാൻ പറ്റിയിട്ടില്ല. ജോസാൻ ഇടയ്ക്കിടയ്ക്ക് പറയും നമുക്കൊന്ന് പോണം എന്ന്. പക്ഷേ പറ്റിയിട്ടില്ല. നല്ല ഒരു ഷോപ്പാണ്, ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു. നല്ല ആംബിയൻസ് ആണ്. പാർക്കിംഗ് സൗകര്യം എല്ലാം ഉണ്ട്. ഇവിടെ നമ്മൾ പുറത്ത് ഫുഡ് കഴിക്കാൻ പോകുമ്പം ഇളയ ആള് പുറത്തുനിന്ന് ഒന്നും കഴിക്കത്തില്ല. എത്രയൊക്കെ നിർബന്ധിച്ചാലും കഴിക്കത്തില്ല. അവന് വീട്ടിലെ ഫുഡ് മതി. അവര് പറയുന്ന പുറത്ത് പലപ്പോഴും ഫുഡ് കഴിക്കാൻ പോയിട്ട് വീട്ടിൽ ചെന്നിട്ട് അവര് കഞ്ഞി വെച്ചു കൊടുക്കുമെന്ന്. അങ്ങനെയാണ് അവന്റെ കാര്യം. അപ്പൊ അവൻ അവിടുന്ന് ചാടിപ്പോവാതിരിക്കാൻ അവന് മൊബൈൽ കൊടുത്തതാണ്. അല്ലെങ്കിൽ അവിടെ എല്ലാം ഓടി നടക്കും, നമുക്ക് അവനെ പിടിക്കാനും പറ്റത്തില്ല. ഇടയ്ക്ക് ഒരു പ്രാവശ്യം ഡോറ് തുറന്നിറങ്ങിപ്പോയി. അപ്പൊ എത്രയൊക്കെയാണേലും ഇങ്ങനെ ഒരുമിച്ചൊന്ന് പുറത്ത് പോകുന്നതിന്റെ സന്തോഷം ഒന്ന് വേറെ തന്നെയാണ് കേട്ടോ. ഇതുപോലെയായിരുന്നു ബിജീസ് കിച്ചൺ വന്നപ്പോഴും മക്കള് കൂത്ത് ഞങ്ങളൊന്ന് പോയപ്പോ അത് നല്ല എൻജോയ് ആയിരുന്നു. അതുപോലെ തന്നെയായിരുന്നു ഇതും. നല്ല ഒരു രസമായിരുന്നു. കാരണം ഇടയ്ക്ക് ഇങ്ങനെയൊക്കെയുള്ള ഒരു ഔട്ടിങ് നമുക്ക് നല്ലതാണ് കേട്ടോ. നമ്മുടെ മൈൻഡ് ഒന്ന് ഫ്രഷ് ആവും.
ടെസ്റ്റ് ഇല്ല, ടെസ്റ്റിനെ കാണുന്നു ഈ മോർണിംഗ് ഇതിൻ്റെ കൂടെ കഴിക്കണം എന്നാലേ ഡൈജഷൻ നടക്കും. എടുത്തോ ഇതൊരാളാണ് ഇത്ര ഒരുപാട് സലാഡ് ഒന്നും ഞാൻ ആദ്യമേ തുറക്കുന്ന മയോണൈസ് ഓക്കെ എനിക്ക് ഇട്ടേരെ നല്ലതാണ്. മതി. ഞാൻ കഴിച്ചു ഞങ്ങൾ ഓർഡർ ചെയ്തത് അൽഫാം മന്തിയാണ്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. എനിക്ക് ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഇഷ്ടമാണ്. പ്രത്യേകിച്ച് ചിക്കൻ ആ മയണൈസിൽ ഡിപ്പ് ചെയ്ത് കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. ജോസാന് ഇതിനോടൊന്നും വലിയ പ്രിയമില്ല. ചൈനീസ് ഐറ്റംസ് ആയാലും ആ ചൈനീസ് പിന്നെ സ്പൈസി ആയിട്ടുള്ളത് കഴിക്കുക. ഈ മയോണൈസ് ചീസ് ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളൊന്നും അത്ര വലിയ പ്രിയമില്ല. അപ്പൊ അതിനുശേഷം ഞങ്ങൾ കഴിച്ചിറങ്ങിയിട്ട് ഭയങ്കര ഫോട്ടോ എടുപ്പായിരുന്നു കേട്ടോ. എല്ലാവരും തകർത്ത് വെച്ച് ഫോട്ടോ എടുത്തു. ഈ ജോസാൻ ഈ ഷോപ്പ് കടയ്ക്ക് എപ്പോഴും പറയുന്നത് എയർ അറേബ്യ എയർ അറേബ്യ അങ്ങനെ ഞാനും വിചാരിച്ചു അതിന്റെ പേര് അങ്ങനെയാണെന്ന്. പക്ഷെ അതല്ല, അതിന്റെ പേര് ബേക്ക് അറേബ്യ എന്നാണെന്ന് ബോർഡ് കണ്ടപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. എയർ അറേബ്യ അല്ല, ഈ ജോസന എന്നെ തെറ്റിച്ചേ. ഞാൻ ഇവിടെ വിചാരിച്ചു ഞാൻ എനിക്ക് ആദ്യമേ സൗദി അറേബ്യ ഓർമ്മ വന്നേ. ഇത് എടുത്തത് കാര്യമല്ല, ഞാൻ വീഡിയോ കേട്ടു എയർ അറേബ്യ എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ വിചാരിച്ചു വലിയ ഞാൻ കേട്ടത് അല്ലെങ്കിൽ തെറ്റായിരിക്കുന്നു. ഞാനിപ്പം പിന്നെ സമയം രാത്രി 12 മണി. മന്തിയൊക്കെ കഴിച്ച് പോന്നു. അത് മറന്നുപോയി. അപ്പൊ ബാക്കിയുള്ളത് പാഴ്സൽ എടുത്തിട്ട് അത് അവിടെ വെച്ചിട്ടാണ് ഞങ്ങൾ ഫോട്ടോ എടുത്തോണ്ടിരുന്നത്. എല്ലാം കഴിഞ്ഞിട്ട് ഫോട്ടോ ഒക്കെ എടുത്തു കഴിഞ്ഞ് എല്ലാരും വണ്ടിയിലൊക്കെ വന്ന് കയറിയ പാഴ്സൽ അവിടെ ഇരിക്കുന്ന കാര്യം എല്ലാരും മറന്നുപോയി. ലാസ്റ്റ് സെഫിനാണ് ഓർത്തത് അത് എടുത്തില്ലല്ലോ എന്ന്. അപ്പൊ സെഫിൻ വീണ്ടും പോയി അത് എടുത്തോണ്ട് വന്നതാണ് കേട്ടോ. അപ്പം തിരിച്ചു പോകുന്ന നേരം ഓസ്റ്റ് ഞങ്ങളുടെ വരുവാന്നും പറഞ്ഞ് വണ്ടിയിൽ കയറി. അപ്പൊ ഇങ്ങോട്ട് വന്നപ്പോഴും ഞങ്ങള് കാറിലും വിനു ബുള്ളറ്റിലും ആയിരുന്നു വന്നത്. അപ്പൊ തിരിച്ചു പോയപ്പം അവര് അങ്ങ് അവരുടെ വീട്ടിലോട്ട് പോകാനായിട്ട് പോയി. ഓസ്റ്റ് ഞങ്ങളുടെ വരാനായിട്ട് ഞങ്ങളുടെ വന്നു. സമയം ഏകദേശം 12 മണിയൊക്കെ കഴിഞ്ഞു കേട്ടോ. എങ്കിലും നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. നല്ല രസമായിരുന്നു കേട്ടോ. എനിക്ക് ഇഷ്ടപ്പെട്ടു. അതാണ് ഞാൻ വീണ്ടും വീണ്ടും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആണോ ഇത് പോണോ? അപ്പൊ ഓസ്റ്റിൻ എപ്പോ വന്നാലും അവൻ 1-2 ഡ്രസ്സും കൊണ്ടാ വരുന്നത്. ഇവിടെ സ്റ്റോക്ക് ചെയ്ത് വെച്ചേക്കാൻ. കാരണം എപ്പോ വന്നാലും തുണിയില്ലടാ ഇവിടെ നിൽക്കണ്ടെന്ന് വീട്ടുകാർ പറയരുതല്ലോ. വീട്ടുകാരെന്ന് ഉദ്ദേശിച്ചത് അവന്റെ പപ്പയും മമ്മിയും. അതിനുവേണ്ടി എപ്പോ വന്നാലും വല്യമ്മീ ഞാനിങ്ങ് വന്നേ, എന്റെ ഡ്രസ്സ് ഇവിടെ ഉണ്ടേ, ഞാനിന്ന് ഇവിടെ ആണേ, ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടാണ് വരുന്നത്. അപ്പോ പോയപ്പോ ഭയങ്കര സങ്കടമായിരുന്നു കേട്ടോ. അവര് പോയി. അതിന്റെ വീഡിയോസ് ഒക്കെ ഇനി കുറെ വീഡിയോസ് ഇടാനുണ്ട്. നമ്മുടെ ബിസിനസ് സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ ഇടയ്ക്ക് വന്നതുകൊണ്ടാണ് വീഡിയോ ഇത്തിരി ലേറ്റ് ആയത് കേട്ടോ. അപ്പൊ ബാക്കിയുള്ള വീഡിയോകൾ ഉടനെ ഞാൻ ഇടാം. അപ്പം എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു. വീണ്ടും ഉടൻ വരാം. ബൈ. ഗോഡ് ബ്ലസ് യു.